ഹായ്. ഇന്ന് മദേഴ്സ് ഡേ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് ഇടുന്നത് അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഹാപ്പി മദേഴ്സ് ഡേ എന്നും പറഞ്ഞിട്ടാണ്. ഈ ഒരു ദിവസം അമ്മമാരെ ഓർക്കാനും അല്ലെ അമ്മമാർക്ക് വേണ്ടി വിഷ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസം ആയിട്ടാണ് ഹാപ്പി മദേഴ്സ് ഡേ എന്നുള്ളത്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ ചെയ്യണ്ടേ? മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ അമ്മമാരെ ആ ഒരു ദിവസം മാത്രമാണോ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഒക്കെ? അമ്മമാർ എന്നും നമ്മൾ അമ്മമാർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം അമ്മയാണല്ലോ അച്ഛനാണല്ലോ കേട്ടോ, ഞാൻ അങ്ങനെ അമ്മമാരെന്ന് മാത്രം പറയല, അമ്മയാണേലും അച്ഛനാണേലും നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വില അറിയത്തില്ല. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ വില എന്താണെന്ന്. കാരണം അമ്മയില്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ പോയ മക്കളൊക്കെ, നമുക്ക് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരില്ലാത്ത ഒരു വീട്ടിലോട്ട് പോകുന്നതിനെ പറ്റി അത് അവർക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന മനസ്സിലാകത്തുള്ളൂ. കാരണം എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞാൽ, അമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടായിരുന്നു. കാരണം അമ്മ എന്നുള്ള നിലയിൽ കഴിഞ്ഞു, അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫ്രണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി 49ാമത്തെ വയസ്സിൽ മരിച്ചു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കണം. അമ്മ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ ഒരു 2 വർഷം കൂടി ഞാൻ ജീവിക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. കാരണം അനിയത്തി അന്ന് നേഴ്സിംഗ് പഠിക്കാൻ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, അനിയത്തി നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾ പഠിച്ചിറങ്ങി ഒരു ജോലി, അവൾ ആ യൂണിഫോം ഇട്ടൊന്ന് കാണണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സജീവൻ്റെ കൂടെ പോന്നു. എൻ്റെ ജീവിതം സേവായി. അമ്മച്ചിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട മരുമോൻ എന്ന് പറയാൻ പറ്റില്ല, മകൻ എന്നായിരുന്നു. കാരണം മോനെന്നെ വിളിക്കുള്ളായിരുന്നു അല്ലേ അമ്മച്ചി. മോനെ എന്നല്ലാതെ എൻ്റെ അമ്മച്ചി സജീവനെ വിളിച്ചിട്ടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും സജീവനോട് ചോദിക്കാതെ അഭിപ്രായം സജീവനോട് ചോദിച്ചിട്ടേ ചെയ്യുകയുള്ളായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതിപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന കുഞ്ഞമ്മച്ചിയാണല്ലോ, അത് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ സജീവനെ വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് അമ്മച്ചിയുടെ കൂടെ ഞാൻ 10ാം ക്ലാസ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് എൻ്റെ കഴിഞ്ഞാണ് അമ്മച്ചി ഗൾഫിന് പോയി. പക്ഷേ അനിയത്തിയെ സംബന്ധിച്ച് അവൾക്ക് അമ്മച്ചിയുടെ കൂടെ അധികം നാൾ നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അവൾക്കൊരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേനും അമ്മച്ചി അങ്ങ് പോയി. പക്ഷേ എന്നെ കഴിഞ്ഞു ഇതായിട്ട് അവൾ ഇപ്പോൾ വഴിയെ പോകുമ്പോൾ ഒരാൾ ചിരിച്ച് കാണിച്ചാലല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് പറയാല്ലേ, ലവ് ലെറ്റർ, അന്നേരം അവളത് അമ്മച്ചി എടുക്കുക ചെന്ന് പറയും. എനിക്കാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ പറ്റിയൊരു നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ അമ്മച്ചി. ഞാൻ എല്ലാ അമ്മമാരെ പറ്റിയും പറയില്ല, കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് അമ്മമാരെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കുഞ്ഞുണ്ടായി അതിനെ വലിച്ചെറിയുന്നു, സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ശരിക്കും ഞാൻ ഓർക്കും, എങ്ങനെ ഈ 10 മാസം നമ്മുടെ വയറ്റിൽ ചുമന്നിട്ട് നമ്മളാണെങ്കിൽ ആ കുഞ്ഞൊന്നുണ്ടായി കുഞ്ഞിൻ്റെ മുഖം കാണാനായിട്ട് ഒരുപാട് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുമ്പം ഇവരൊക്കെ എങ്ങനെ സ്വന്തം കുഞ്ഞിനെ അവനവൻ്റെ കൈ കൊണ്ട് അതിനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടൊക്കെ, അതൊക്കെ ചിന്തിക്കാൻ പോലും, അതൊക്കെ മനുഷ്യ ജന്മത്തിൽ അവരെയൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ ജന. മനുഷ്യനായിട്ടൊന്നും അതൊന്നും മനുഷ്യജന്മല്ല, അതൊക്കെ എന്തോ മുജ്ജന്മത്തിലൊക്കെ എന്തോ വലിയ ഇതൊക്കെ ചെയ്തിട്ട് വന്നവരാ. അവരൊക്കെ എന്തോ രാക്ഷസ കുലത്ത് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അവരുടെ മക്കളെ എന്ത് കാര്യമായിട്ട് സ്നേഹിക്കുന്നത്, അവർ മറ്റുള്ളവരുടെ അങ്ങനെ ഉപദ്രവിക്കുന്നൊക്കെ ഉള്ളതല്ലാതെ അവരുടെ മക്കളെ അവർ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതിനെയൊക്കെ ഒരു ഗണത്തിലും മൃഗങ്ങളാണെ പോലും അതുങ്ങളുടെ മക്കളെ എന്ത് ഇതോടുകൂടിയാണ് എടുക്കുന്നതൊക്കെ. അപ്പം അവരെയൊന്നും ഈ ഒരു ഗണത്തിലൊന്നും പെടുത്താൻ പറ്റുകയില്ലാത്ത വർഗ്ഗങ്ങളാണ്. അപ്പം അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ സ്നേഹമുള്ള, അതുപോലെ എനിക്കാണേലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മൾ കല്യാണം കഴിച്ച് വന്ന വീട്ടിലൊക്കെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാനും അമ്മയും അച്ഛനും സജീവണ്ണും അല്ലെ നമ്മുടെ മക്കൾ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം, ഞാൻ സ്വപ്നം കണ്ട പോലൊരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളുടെ അമ്മ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടൈപ്പ് അല്ലായിരുന്നു. അമ്മയ്ക്കത് അങ്ങനെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു പ്രാവശ്യം എന്തോ ഒരു കാര്യം ഞാനിതുപോലെ ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ പറഞ്ഞു, എൻ്റെ അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ല. അപ്പോൾ അമ്മ അങ്ങനെ ഒരു ടൈപ്പ് കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് അങ്ങനെ ഞാൻ അമ്മയാണ് എന്നുള്ളൊരു ഇതാണ് അമ്മയ്ക്ക്, അല്ലാതെ ഒരു ഫ്രണ്ടിലല്ലേ. എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു.
അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ എനിക്ക് അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹം. കാരണം അവർക്ക് എന്തും തുറന്നു പറയാനും എനിക്കും എന്തും അവരോട് ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിരിക്കണം ഒരമ്മ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു അവരുടെ അഭിപ്രായമല്ലേ അതിന് അറിയേണ്ടതല്ല, അത് ഞാൻ പറയണമല്ലോ. എൻ്റെ മനസ്സാക്ഷിയെ സംബന്ധിച്ച് ഞാനൊരു 99% അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1% കൂടി ആകാൻ അതും ആക്കണം. കാരണം അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ, കാരണം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്ന ആർക്കും നമ്മുടെ വരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റും. ഇനിയിപ്പം അമ്മമാരെന്നല്ല, അച്ഛൻ എന്നെ കഴിഞ്ഞും കുഞ്ഞുങ്ങളെ കാര്യമായിട്ട് എടുക്കുന്നതൊക്കെ സജീവനം തന്നെ കേട്ടോ. അതിൽ 100% എന്നൊക്കെ പറയാം. എന്നെ കഴിഞ്ഞും കരുതലോടുകൂടി നോക്കുന്നതും എടുക്കുന്നതും എന്ത് കാര്യം പറയുന്നതും സജീവണ്ണന് ഒരു അച്ഛൻ എന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ സജീവണ്ണാണ് ഏറ്റവും വലിയ നല്ല ഫ്രണ്ട്. അപ്പോൾ പിള്ളേരോടൊക്കെ ചോദിച്ചാലും പിള്ളേരും പറയുമായിരിക്കും. പിള്ളേരുടെ കാര്യത്തിനൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂട്ടും നിൽക്കുന്ന എടുക്കുന്നതൊക്കെ ഞാൻ പിന്നെയും പഴക്കം പറയും, സജീവണ്ണ എന്തിനാ അങ്ങനെ ഉണ്ടോ പറയും, കുഞ്ഞുങ്ങളല്ലേ ഇടി എന്ന് പറയണൊരിത് സജീവണ്ണ തന്നെയാണ്. അപ്പം ഇനിയാണെങ്കിലും, കാരണം പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ മരുമക്കൾ ഇതെന്നൊക്കെ, അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ അമ്മയും മക്കളും അമ്മായിയമ്മയും മരുമക്കളും എന്നുള്ളൊരിതില്ലാത്ത രീതിയിലാക്കി നല്ല സ്നേഹത്തോടു കൂടി നമ്മുടെ വരും തലമുറകൾക്ക്, ഇനിയും വളർന്നു വരുന്ന തലമുറകൾക്ക് മാതൃകയാകേണ്ടത് ശരിക്കും എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങളൊക്കെ ഈ പ്രായമല്ലേ, ഇനിയിപ്പം വരുന്ന ഇവരൊക്കെ ഞങ്ങളെയൊക്കെ കണ്ടു വേണം പഠിക്കേണ്ടത്. ആ അമ്മ അങ്ങനെയാണല്ലോ, ഈ അമ്മ ഇങ്ങനെയാണല്ലോ, അല്ല ഞങ്ങളുടെ കൂടെ നിന്ന് എന്ത് കാര്യത്തിനും ഞങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ കരുതണമെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള അമ്മമാർ അങ്ങനെ ആയി വന്നാലേ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് മദേഴ്സ് ഡേ ആയിട്ട് അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി, മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം പോലെ ഇരിക്കും തിരിച്ച് അവർ നമുക്ക് തരുന്ന സ്നേഹം. അല്ല നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയോ എടുക്കുകയോ. ഇപ്പോൾ ഒരു പഠിക്കാൻ പോയി, പരീക്ഷ വന്നു, മാർക്ക് കുറഞ്ഞു, അതെന്താ മാർക്ക് കുറഞ്ഞാൽ അവർക്ക് അത്രയും മാർക്കുണ്ടല്ലോ, അങ്ങനെ താരതമ്യം ചെയ്തോ എടുത്തോ ഒന്നും ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവുണ്ട്, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. അതല്ലാതെ നമ്മൾ അവരെ അടിച്ചേൽപ്പിച്ച് നമുക്ക് കൊണ്ടുവന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടി നിർത്തുക, നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക. ഇപ്പം ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, എൻ്റെ സജീവൻ്റെ ആഗ്രഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂടെ തന്നെ കാണണം കുഞ്ഞുങ്ങളെന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. കാരണം രണ്ടുപേരും കല്യാണം കഴിച്ച് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നുമില്ല. ഞാനെപ്പോഴും പറയുന്നത് കുഞ്ഞുങ്ങളോടും പറയും, മോനെ എൻ്റെ വലിയ ആഗ്രഹം കേട്ടോ, ഒരു നടുമുറ്റവും, അത് വലിയ ഇതല്ല, ഓരോ മുറി അപ്പുറം ഇപ്പുറം ഉള്ളെങ്കിലും ഞാൻ പറയും അവരവർ സെപ്പറേറ്റ് ആയിക്കോട്ടെ. ഇങ്ങേ സൈഡിൽ ഒരു മോനും ഫാമിലിയും, അപ്പുറേ സൈഡിൽ ഒരു മോനും ഫാമിലി, ഇങ്ങേപ്പുറേ സൈഡിൽ ഞാനും സജീവണ്ണനും, പിന്നെ ഒരു സൈഡിലിങ്ങനെ കിച്ചണും ഒക്കെ. ഞങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ രണ്ടുപേരും കൂടി എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്നവരൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കടബാധ്യതകളൊക്കെ കുറേയുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി, അതെൻ്റെ വലിയൊരാഗ്രഹം, അങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഇപ്പോൾ നമ്മളെ കൊണ്ട് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിക്കായി ആണേലും പിള്ളേർ പറയുന്നത് കേട്ടു, എനിക്ക് ഡേ കെയറിലാക്കിയിട്ട് പോകുന്ന കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ നിവൃത്തികേടും കൊണ്ടല്ലേ, ഞങ്ങളുടെ നിവൃത്തികേടും കൊണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കിയപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുകയില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്നേനെ. അപ്പം അത് എന്താ പറയുന്നത്, അപ്പം ഈ ഒരു മദേഴ്സ് ഡേ മാത്രമാക്കി അമ്മമാരെ സ്നേഹിക്കാനും മക്കളെ സ്നേഹിക്കാനും ഉള്ളൊരു ദിവസം ഒതുക്കാതെ എല്ലാ ദിവസവും
ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ട. എൻ്റെ സജീവൻ ഇപ്പോൾ അത് അമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്നു. എന്നെ കഴിഞ്ഞും കാര്യമായിട്ട് അമ്മയുടെ കാര്യം നോക്കേണ്ടത് സജീവൻ കേട്ടോ. കാരണം രാവിലെ ചായ തിളപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നത് വരെ ഓരോ സെക്കൻഡിൽ ചെന്നിട്ട് വല്ലതും കഴിച്ചോ, അമ്മ കഴിച്ചോ, എടുത്തോ. അപ്പം ഞങ്ങൾ പറയും സജീവന ഞങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്നാണോ സജീവൻ്റെ വിചാരം. അങ്ങനെ സജീവൻ്റെ ചില ചോദ്യമൊക്കെ ആയിട്ട് നമ്മളോർക്കും നമ്മളൊന്നും കൊടുക്കുന്നില്ലെന്നുള്ളത്. പക്ഷെ അതല്ല, ആ ഒരു കെയറിങ്. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കെയറിങ് ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സജീവൻ എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു ഭാഗത്തൊന്നും ഞങ്ങൾക്ക് ആ ഒരു കെയറിങ് ഒന്നും കിട്ടില്ല. എന്നാലും അമ്മ, കാരണം ആ അമ്മയുള്ളത് കൊണ്ടല്ലേ സജീവനെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ അങ്ങനെയല്ലേ കരുതണ്ടേ. അപ്പം ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ജീവിക്കുകയല്ലോ. അപ്പം ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാനും കൊടുക്കണ്ടേ. പക്ഷെ അങ്ങനെ ഓരോരുത്തരും കരുതി നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അമ്മമാർ മാതൃകയാകാൻ ശ്രമിക്കണം. എൻ്റെ അതാണ് എനിക്ക് ഈ മദേഴ്സ് ഡേയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ ബൈ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ വിക്കിയൊക്കെ പോകും. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ എന്താ തോന്നണേ അതങ്ങ് പറയല്ലേ. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും കുഞ്ഞമ്മ അമ്മ അവരൊക്കെ സ്നേഹിക്കുന്നതും, എൻ്റെ അച്ഛൻ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ അമ്പറ്റിയമ്മച്ചിയുടെ മക്കൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഈ കൈവെള്ളയിലൊക്കെ കൊണ്ട് നടക്കാമെന്ന് പറയല്ലേ, അങ്ങനെയായിരുന്നു. എൻ്റെ അമ്പറ്റിയമ്മച്ചിയൊക്കെ പുണ്യം ചെയ്ത അമ്മമാരായിരുന്നു. കാരണം അമ്മ എന്നവർ തികച്ച് അമ്മയെന്ന് പറയുമ്പോൾ തന്നെ ഒരു എനിക്കറിയില്ല എങ്ങനെയാന്ന്, അത്രയും സ്നേഹമായിരുന്നു അമ്പറ്റിയമ്മച്ചിയോട് മക്കൾ. വീട്ടിലാണേലും എൻ്റെ അമ്മച്ചിക്ക് അമ്മാച്ചിയൊക്കെ അമ്മയെ നോക്കിയതൊക്കെ വയ്യാതായപ്പോഴും ഒക്കെ അവരൊക്കെ സ്നേഹിച്ച് അങ്ങനെ. അത് കണ്ട് ഞങ്ങൾ വന്നുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാരോട് ഇപ്പോൾ വീട്ടിൽ കുഞ്ഞമ്മച്ചിയുടെ മോള് അവൾക്ക് വീട്ടിലെ അമ്മാൻ്റെ മക്കൾ അവർ ഇപ്പോൾ അമ്മനും അമ്മായിക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. അവർ 3 പെൺമക്കളാണ് അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കുന്നത്. അപ്പം ഞാൻ വന്ന് ഞങ്ങൾ കണ്ടു വളർന്ന രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതുപോലെ നമ്മളങ്ങനെ കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃകയാകും. അങ്ങനെ ആകട്ടെ നമ്മുടെ നാട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം.